ബംഗാളിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് ബി.ജെ.പി. പ്രകടന പത്രിക. സർക്കാർ ജോലിയിൽ 33% വനിതാ സംവരണം നടപ്പിലാക്കും. വനിതകൾക്ക് മാസം 3000 രൂപ സഹായം. വനിതാ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സ്ക്വാഡ്. മതസ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ നിയമം. കന്നുകാലിക്കടത്ത് തടയാൻ കർശന നിയമം തുടങ്ങിയവയാണ് പ്രധാന വാഗ്ദാനങ്ങൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് പത്രിക പുറത്തിറക്കിയത്. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, ഏത് വിധേനയും ബംഗാളിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യവുമായി പല നിലക്കുള്ള പണികൾ ബി.ജെ.പി. അവിടെ എടുക്കുന്നുണ്ട്. ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എങ്ങനെ കാണാം? ബംഗാളിലെ ഭരണം പിടിക്കാൻ ഈ ഏക സിവിൽ കോഡൊക്കെ ഒരു വാഗ്ദാനമായി വെക്കുന്നതിന് പിന്നിലെ ബുദ്ധി എന്താണ്? ബംഗാൾ ഭരണം പിടിക്കാനായിട്ട് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ബി.ജെ.പിയുടെ പ്രകടന പത്രികയിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നുള്ളതാണ്. നേരത്തെ ഉത്തരാഖണ്ഡിലും അതിന് പിന്നാലെ ഹരിയാന, അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഏക സിവിൽ കോഡുമായി മുന്നോട്ട് വന്നിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഗുജറാത്ത് നിയമസഭയും ഏക സിവിൽ കോഡ് പാസാക്കിയിരുന്നു. ഏക സിവിൽ കോഡ് ബി.ജെ.പി. നേരത്തെ തന്നെ ഒരു രാഷ്ട്രീയ അജണ്ടയെ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ അവരുടെ രാഷ്ട്രീയ അജണ്ടയായി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ബംഗാളിലും ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. സർക്കാർ അധികാരത്തിലേറിയതിന് ഉടൻ തന്നെ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നാണ് ബി.ജെ.പിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം. അതോടൊപ്പം തന്നെ സർക്കാർ മേഖലയിൽ 33% വനിതാ സംവരണം ഏർപ്പെടുത്തും. വനിതകൾക്ക് മാസം 3000 രൂപയുടെ സഹായം ബി.ജെ.പി. സർക്കാർ നൽകും. വനിതാ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക സ്ക്വാഡ് ഉണ്ടാകും. നിരന്തരം ബംഗാളിൽ വനിതകൾ ഉൾപ്പെടെ അക്രമത്തിന് ഇരയാവുകയാണ്. നിരവധി സംഭവങ്ങൾ ബംഗാളിന്റെ വിവിധയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നു. അത് മുൻനിർത്തിക്കൊണ്ടാണ് ഒരു പ്രത്യേക സ്ക്വാഡിനെ വനിതാ സുരക്ഷയ്ക്കായിട്ട് രൂപീകരിക്കും എന്ന് ബി.ജെ.പി. ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം മതസ്വാതന്ത്ര്യം ഉറപ്പാക്കാനുള്ള നിയമം കൊണ്ടുവരും. മറ്റൊന്ന് പ്രധാനപ്പെട്ടതായി മനസ്സിലാക്കേണ്ടത് കന്നുകാലിക്കടത്ത് തടയാൻ കർശന നിയമം പ്രാബല്യത്തിൽ വരുത്തുമെന്നുള്ളതാണ്. നേരത്തെ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ ഈ കന്നുകാലിക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് നിരന്തരം. അത് തടയാനായിട്ട് യു.പിയിൽ പാസാക്കിയതിന് സമാനമായിട്ടുള്ള ഒരു നിയമം ബംഗാളിൽ കൂടി നടപ്പാക്കുമെന്നാണ് ബി.ജെ.പി. ഇപ്പോൾ പ്രകടന പത്രികയിലൂടെ അവകാശപ്പെടുന്നത്. ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ഇന്ന് രാവിലെ പത്രിക പുറത്തിറക്കിയത്. വലിയ പ്രതീക്ഷയിലാണ് ബി.ജെ.പി. ഇത്തവണ ഉള്ളത്. എന്നാൽ ആ ബി.ജെ.പിയുടെ പ്രതീക്ഷകളൊന്നും ബംഗാളിൽ വിലപ്പോകില്ല എന്നാണ് ടി.എം.സി അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തുപോയിരുന്നു. എന്നാലും തങ്ങൾക്ക് ഇത്തവണയും വിജയം ഉറപ്പാണ് എന്ന ആത്മവിശ്വാസത്തിലാണ് മമതാ ബാനർജിയും ടി.എം.സിയും ഉള്ളത്. തൗഫീഖ് അസ്ലം, ദില്ലിയിൽ നിന്ന്.